സുബി സുരേഷ് ആശുപത്രിയിൽ വന്നത് തന്നെ കണ്ണിന് മഞ്ഞ നിറം കണ്ടുകൊണ്ടും അമിതമായ ക്ഷീണം ഉണ്ടായതുകൊണ്ടുമാണ് അവിടെ വന്നത്. ഇതിനു മുൻപും തന്നെ സുബി കരൾ രോഗബാധിതയായിരുന്നു. അതിന് മരുന്നുമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മരുന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനിടയിൽ വേറെ എന്തെങ്കിലും ടോക്സിൻസ്, അതായത് മറ്റു മരുന്നുകളോ അല്ലെങ്കിൽ മരുന്ന് മാറിക്കഴിക്കുകയോ എല്ലാം ചെയ്തതിനാണോന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്, ഒരു 3-4 ദിവസമായിട്ട് രോഗം മൂർച്ഛിക്കുന്നതായിട്ടാണ് കണ്ടത്. ആദ്യം ഇത് കരളിനെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നെങ്കിൽ തുടർന്ന് കരളിൽ നിന്നും അത് പയ്യെ വൃക്കയെ ബാധിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ വൃക്കയെ ബാധിച്ചതിന് കൂടാതെ തന്നെ അത് ഹൃദയത്തെ ബാധിക്കുന്നതായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചികിത്സയോട് പ്രതികരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച് ഒക്കെ നടത്തി. പ്ലാസ്മ എക്സ്ചേഞ്ച് നടത്തിയിട്ടും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി അക്കാര്യത്തിൽ കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിച്ചത്. സുബി സുരേഷിനെ പോലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും സിനിമാ ലോകത്തും അതുപോലെ തന്നെ ചാനലുകളിലും അതുപോലെ തന്നെ മിമിക്രിയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയെ എല്ലാവരും അറിയുകയും അവരുടെ രോഗം എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. സുബി സുരേഷ് രാജഗിരി ആശുപത്രിയിൽ വന്നത് തന്നെ കണ്ണിന് മഞ്ഞ നിറം കണ്ടുകൊണ്ടും അമിതമായ ക്ഷീണം ഉണ്ടായതുകൊണ്ടുമാണ് അവിടെ വന്നത്. വന്ന സമയത്ത് തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റേതായ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. തുടർ പരിശോധനയിലാണ് നമുക്ക് മനസ്സിലായത് സുബിക്ക് കരളിന് കാര്യമായിട്ടുള്ള പരുക്കുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗമുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. ഇതിനു മുൻപും തന്നെ സുബി കരൾ രോഗബാധിതയായിരുന്നു. അതിന് മരുന്നുമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചതെന്നുള്ളത് ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ. ഏതായാലും ഒരുപക്ഷെ മരുന്ന് നിർത്തിയതുകൊണ്ടാകാം, അല്ല എങ്കിൽ മരുന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിനിടയിൽ വേറെ എന്തെങ്കിലും ടോക്സിൻസ്, അതായത് മറ്റു മരുന്നുകളോ അല്ലെങ്കിൽ മരുന്ന് മാറിക്കഴിക്കുകയോ എല്ലാം ചെയ്തതിനാണോന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. കാരണം വേറെ നമുക്ക് അറിയാം, നമ്മുടെ ഈ അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നതിനുള്ള മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നതൊക്കെ പലർക്കും ഒരു ശീലമൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, യാഥാർത്ഥ്യം ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അവിടെ വന്നപ്പോൾ തന്നെ കരളിനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു. എന്ന് പറയാനില്ല, ഞാൻ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്ന കുട്ടിയാണ്. പരമാവധി നമ്മൾ ശ്രമിച്ചു. 8 ദിവസത്തെ പ്രോസസ്സ് 4 ദിവസം കൊണ്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ആയിസത്യ പോകണം എന്നുള്ള ഇതിലാണ്. കാരണം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ സഹകരണവും ഉണ്ടായി. സുരേഷ് ഗോപി ഏട്ടൻ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിരുന്നു. ഹോസ്പിറ്റലിൽ എല്ലാ രീതിയിലും സഹകരിച്ചു. ഇവിടെയുള്ള PR-ഉം ഡോക്ടേഴ്സും അഹോരാത്രം 24 hours അവരുടെ കെയർ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ ഇടവിട്ട് എന്നെ വിളിക്കുമായിരുന്നു PR. ഞാൻ മിനിയാന്ന് ഉണ്ടായിരുന്നു, ഇവിടെ വന്നിരുന്ന മിനിയാന്നുണ്ടായിരുന്നു. അതിനുശേഷം പിഷാരടി ഞാനിവിടെ വന്നിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു. കംപ്ലീറ്റ് DYSP മുതൽ മെഡിക്കൽ ഓഫീസർ മുതൽ തഹസിൽദാർ, MLA, MP എല്ലാവരും വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മളൊപ്പം സഹകരിച്ചാണ്. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ രീതിയിലും എല്ലാവരും സഹകരിച്ചു. പക്ഷേ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ ഡോണർ റെഡിയായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ മോള് റെഡിയായിരുന്നു. പിന്നെ ഓപ്പറേഷൻ എല്ലാം സജ്ജീകരണം ചെയ്തു. പ്രഷർ ഹാർട്ടിലേക്ക് വന്നു, പിന്നെ കിഡ്നിയിലേക്ക് വന്നപ്പോൾ അത് ഡയാലിസിസ് ചെയ്തു. എല്ലാ ഓർഗനിലേക്ക് ഇൻഫെക്റ്റ് ആയപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ലാണ്ടായി. ഇന്നലെ വെന്റിലേറ്ററിലാക്കി. പിന്നെ ഇത്രയുള്ള ഡീറ്റെയിൽസ്, വേറെ ഒന്നുമില്ല. സുബി സുരേഷിനെ പോലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും സിനിമാ ലോകത്തും അതുപോലെ തന്നെ ചാനലുകളിലും അതുപോലെ തന്നെ മിമിക്രിയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയെ എല്ലാവരും അറിയുകയും അവരുടെ രോഗം എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും സുബിയെ മാറി പരിശോധിക്കുകയും വേണ്ടുന്നതായിട്ടുള്ള ചികിത്സയൊക്കെ നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ചികിത്സയോട് പ്രതികരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാസ്മ എക്സ്ചേഞ്ച്, അത് ഇതിൻ്റെ ഒരു ചികിത്സ തന്നെയാണ്. പ്ലാസ്മ എക്സ്ചേഞ്ച് ഒക്കെ നടത്തി. പ്ലാസ്മ എക്സ്ചേഞ്ച് നടത്തിയിട്ടും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി അക്കാര്യത്തിൽ കണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിച്ചത്. ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം സുബിയോട് പറയുകയും അതുപോലെ തന്നെ സുബിയുടെ അടുത്ത ബന്ധുക്കളോടൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കരൾമാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുവാൻ ആദ്യം വീട്ടുകാർക്ക് സാധിക്കുകയില്ലായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അതിനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കരൾമാറ്റൽ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ കരൾമാറ്റൽ എന്നല്ല, വൃക്ക മാറ്റി വയ്ക്കുന്നതൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഓൾ ഓൺ എ സഡൻ ചെയ്യാവുന്ന കാര്യമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ഒരു ദാതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. ഭാഗ്യവശാൽ സുബിക്ക് വേണ്ടിയിട്ട് അടുത്തൊരു ബന്ധു തന്നെ നൽകുവാനായിട്ട് തയ്യാറായി. അത് നൽകുവാൻ തയ്യാറായ നിമിഷം തന്നെ ഹോസ്പിറ്റൽ ബോർഡുണ്ട്. അതിനൊരു വലിയൊരു പ്രൊസീജിയറുണ്ട്, വലിയൊരു കടമയുണ്ട്. ഹോസ്പിറ്റൽ ബോർഡ് കൂടിയിട്ട് ഇത് അനുയോജ്യമായിട്ടുള്ള കരളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബോർഡിന് അത് അയച്ചു കൊടുക്കേണ്ടതുണ്ട്.
അതെല്ലാം വീഡിയോ റെക്കോർഡിംഗ് ആണ്. സ്റ്റേറ്റ് ബോർഡിന് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാസത്തിൽ ഒരു സ്റ്റേറ്റ് ബോർഡേ കൂടുകയുള്ളൂ. ഈ കുട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് അടിയന്തരമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് തന്നെ കൂടുവാനായിട്ട് ഇന്ന് നിശ്ചയിച്ചിരുന്നതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് മരണപ്പെട്ടു. അതതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മറുവശം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരു 3-4 ദിവസമായിട്ട് രോഗം മൂർച്ഛിക്കുന്നതായിട്ടാണ് കണ്ടത്. ആദ്യം ഇത് കരളിനെ മാത്രമായിരുന്നു ബാധിച്ചിരുന്നെങ്കിൽ തുടർന്ന് കരളിൽ നിന്നും അത് പയ്യെ വൃക്കയെ ബാധിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ വൃക്കയെ ബാധിച്ചതിന് കൂടാതെ തന്നെ ഇത് ഹൃദയത്തെ ബാധിക്കുന്നതായിട്ടുണ്ട്. ഹൃദയത്തെ ബാധിക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ മെഡിക്കൽ ശാസ്ത്രം അറിയാൻ പാടില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും മെഡിക്കൽ ശാസ്ത്രം അറിയുന്നവർക്കറിയാം. ഈ ലിവർ ഡിസീസ് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൺഗോയിങ് ഇവൻ്റ് എന്ന് പറയുന്നത് പോർട്ടോ പൾമണറി ഹൈപ്പർടെൻഷൻ എന്ന് പറയും. അങ്ങനെ അതായത് നമ്മുടെ പ്ലീഹയ്ക്കകത്തുള്ള പ്രഷർ കൂടും. അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ അകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൃദയത്തെ ബാധിക്കും. അങ്ങനെ പ്രഷർ കൂടി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകും. അപ്പം സുബി സുരേഷിൻ്റെ കാര്യത്തിൽ ഈ പോർട്ടോ പൾമണറി പ്രഷർ കൂടിയപ്പോഴേക്കും തന്നെ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്തു. അതുപോലെ ഡയാലിസിസ് ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് തന്നെ ഇതിനു വേണ്ടി എന്നുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. കാരണം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരു ചെറിയ ശസ്ത്രക്രിയ അല്ല. ദാതാവ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരാളാണ്. ആരോഗ്യമുള്ള ഒരാളിൽ നിന്നും രോഗബാധിതനായ ഒരാളിലേക്ക് ഇത് എടുത്തു വയ്ക്കുമ്പോഴേക്കും രണ്ടുപേരെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് സ്വീകരിക്കുന്നയാൾ സുരക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതുപോലെ തന്നെ നൽകുന്നയാൾ സുരക്ഷിതയായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു. എങ്ങനെയെങ്കിലും സുബി സുരേഷ് ഇതിനോടൊന്ന് യോജിച്ച് പ്രഷറുമൊക്കെ കുറഞ്ഞൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സുബി സുരേഷിനെ ചെയ്യണമെന്നുള്ള താല്പര്യത്തോടുകൂടി തന്നെ നമ്മൾ എല്ലാ വർക്കപ്പും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ സ്റ്റേറ്റിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു. അപ്പോൾ ഇക്കാര്യത്തിൽ ആശുപത്രി വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. സുബി സുരേഷിൻ്റെ വീട്ടുകാരും അതിനോട് വളരെ സഹകരിച്ചിരുന്നു. അതുപോലെ തന്നെ ധാരാളം മാധ്യമ സുഹൃത്തുക്കളും സിനിമാ വേൾഡിലുള്ളവരും എല്ലാം സുബിയുടെ കാര്യം നിരന്തരമായിട്ട് അന്വേഷിക്കുകയും ഹോസ്പിറ്റലിൽ വന്ന് തന്നെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരോടെല്ലാം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്രയും നല്ല പ്രശസ്തയായ അതുപോലെ തന്നെ അഭിനയരംഗത്തുനിന്ന് മാത്രമല്ല ചാനൽ ഡിസ്കഷനിലും അതുപോലെ തന്നെ ഈ കുട്ടികളോടൊക്കെ സംവദിക്കുന്നതിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും ഉത്തരം കണ്ടെത്തുന്നതിലും ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് ഇക്കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വ്യക്തി അടുത്ത കാലത്ത് സിനിമാ ലോകത്ത് കണ്ടിട്ടില്ല. ആ നഷ്ടം വളരെ നികത്താൻ വയ്യാത്തൊരു നഷ്ടം തന്നെയാണ്. ഞങ്ങൾക്കും അതിൻ്റെ അകത്ത് പ്രയാസമുണ്ട്. ഡോക്ടർമാർക്ക് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അങ്ങനെ ചെയ്യുവാൻ സാധിച്ചിട്ടും മരണപ്പെട്ടു പോയെന്നുള്ളൊരു ദുഃഖം ഞങ്ങൾക്കുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യം മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ള പങ്കുവയ്ക്കുക. സുബിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കലയിൽ വന്ന കാലഘട്ടം മുതലുള്ളതാണ്. സെയിൻറ്റ് ഫ്രാൻസിസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17-18 വയസ്സുള്ളപ്പോഴാണ് നമ്മളൊപ്പം കൂടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സ്റ്റേജ് ഷോസ് ആണെങ്കിലും ടി വിയും ഈ അടുത്ത 2 വർഷം കൊണ്ട് ഡ്രാമ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ അനിയത്തിയായിരുന്നു. എൻ്റെ വൈഫിൻ്റെ സഹപാഠിയായിരുന്നു. ഇവരൊരുമിച്ചാണ് ഡാൻസ് ടീമിലുണ്ടായിരുന്നത്. ഫാമിലിയായിട്ട് ഈ അടുത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ വീട്ടിലായിരുന്നു കേക്ക് മുറിച്ചത്. എല്ലാം ഒറ്റ പ്രാവശ്യം പറയാനുള്ളത് ഞാൻ ഷെയർ ചെയ്തു. ഞാനൊരു ചാനൽമാൻ എന്നുള്ള രീതിയിൽ ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളൊരു ഇതിലാണ്. ഓക്കെ, താങ്ക് യു. സുബിക്ക് കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് വയ്യായിക വരികയും അത് വളരെ കൂടുതലാവുകയും ചെയ്തിരുന്നു. അപ്പം ഞങ്ങളൊരു 5 ദിവസം മുമ്പ് വരികയും ഐസിയു കയറി കണ്ട് സുബിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാനും ടിനി ടോമും ഒരു സമ്മതും ഒക്കെ കൂടെ വന്നാണ് കണ്ടത്. അപ്പോഴൊക്കെ അത്യാവശ്യം നമ്മുടെ ഡോക്ടർമാരോടൊക്കെ 2-3 തവണ ഇന്നലെയും കൂടെ ഇവിടുത്തെ ചീഫിനോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞു അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവസ്ഥകളിൽ തന്നെയാണ്. നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങളിലെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. കരൾ സംബന്ധമായ അസുഖമായിരുന്നു. അതിൻ്റെ മറ്റ് കാര്യങ്ങളും ട്രാൻസ്പ്ലാന്റും ഡോണറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഹൃദയത്തിന് ചെറിയ ഹൃദയം വീക്കായി എന്ന് പറഞ്ഞു. അതിൻ്റെ തിരക്കുകളിലോട്ട് പോയി. പിന്നെ ഒരു മനുഷ്യ ശരീരം എന്നുള്ള നിലയിൽ അത് പെട്ടെന്നുണ്ടായ ഇന്ന് രോഗം മൂർച്ഛിക്കുകയും ഇൻഫെക്ഷനായിരുന്നു കരളിലൊക്കെ. അത്തരത്തിൽ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. ഞങ്ങളിന്ന്
ഒരു പ്രോഗ്രാമിന് പോകേണ്ടതുണ്ടായിരുന്നു. അതിനിടയിൽ ഇങ്ങോട്ട് വന്നതാണ്. അതിന് മുമ്പ് അന്വേഷിക്കുന്നതായിരുന്നു. സുബിയുടെ അമ്മയെ കണ്ടു, വീട്ടുകാരെയൊക്കെ കണ്ടു. എന്ത് പറയാനാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫോർമാലിറ്റീസ് നീക്കുന്നതിനൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെയും, ഞാനതാണ് പറഞ്ഞത്, ടിനി, ടോമും, സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ അതിൻ്റെ പുറകിൽ സെക്രട്ടറി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് നോക്കി. പക്ഷേ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും നമ്മളെ വിട്ട് പോവുകയുമാണ് ചെയ്തത്. ഒരു 20 വർഷത്തിൽ കുറയാത്ത ബന്ധമുള്ള കലാകാരിയാണ്. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമുക്ക് അറിയാമല്ലോ, ഒരു സ്വന്തം സഹോദരി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ദുഃഖം. ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് യാത്രകൾ, ഒരുപാട് പ്രോഗ്രാം, TV പ്രോഗ്രാം, സ്റ്റേജ് ഷോ, ഒരുപാട് യാത്രകൾ, പ്രോഗ്രാംസ്. ആ പ്രോഗ്രാംസൊക്കെ തന്നെ സുബിയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ സക്സസ്ഫുള്ളായ പ്രോഗ്രാംസ് ആയിരുന്നു. വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും അടുത്ത ബന്ധമാണ്. നമ്മൾ മാറ്റിവെക്കൽ നടത്തത്തില്ല. കാരണം മാറ്റിവെച്ചാൽ ഓൺ ദ ടേബിൾ തന്നെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഒരു രോഗിയെ നമുക്ക് ഇതുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുള്ളൂ. ദാതാവ് റെഡിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കത്തില്ല. വന്നതിന് ശേഷം പിന്നീട് രോഗം മൂർച്ഛിക്കാണത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കരൾ രോഗമുള്ള ആൾക്കാർക്ക് രോഗപ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ രോഗപ്രതിരോധ ശക്തി കുറവായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ എത്ര മരുന്നുകളൊക്കെ കൊടുത്താലും മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പ്രതികരിക്കുന്ന ഓരോ തരത്തിലായിരിക്കും. വീട്ടുകാരുടെ അഭിപ്രായ പ്രകാരം ഇന്നിവിടെ സൂക്ഷിക്കുകയാണ്, മോർച്ചറിയിൽ സൂക്ഷിക്കും. അവർ എപ്പോഴാവശ്യപ്പെടുന്ന ആ സമയത്ത് നമ്മൾ ബോഡി വിട്ടുകൊടുക്കുന്നുണ്ട്.